ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും എന്തായാലും ഉണ്ടാകും. നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും മറ്റാരുടെയെങ്കിലും കൈവശം എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ വളരെ അധികം അപകടകരമാണ്. അതായത് നമ്മുടെ ഡാറ്റകളൊക്കെ ചോർത്തിക്കൊണ്ടു പോകാനും നമ്മുടെ ലൊക്കേഷൻ വരെ ഈസി ആയിട്ട് അവർക്ക് ട്രാക്ക് ചെയ്യാനും മറ്റുള്ള ഒരുപാട് ഗുണങ്ങളും അവർക്ക് കിട്ടും. എന്നാൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ തടയാൻ സാധിക്കും. അതായത് മറ്റേതെങ്കിലും ഡിവൈസസിൽ ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ അത് സൈൻ ഔട്ട് ചെയ്യാനുള്ള സംഭവം ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിലൂടെ ഒന്ന് കാണിച്ചു തരാം. എന്നാൽ ഇനി ഒരിക്കലും മറ്റാരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യം നമുക്ക് മറ്റേതെങ്കിലും ഡിവൈസസിൽ ലോഗിൻ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഗൂഗിൾ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറേ ടാബുകൾ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് സെക്യൂരിറ്റി എന്ന ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് യുവർ ഡിവൈസസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണാം യുവർ ഡിവൈസസ്. ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എത്ര ഡിവൈസസിൽ ഇത് ലോഗിൻ ആയിട്ടുണ്ട് എന്ന്. ഇവിടെ മാനേജ് ഓൾ ഡിവൈസസ് എന്ന ഭാഗം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. ഇവിടെ ബ്ലൂ കളറിൽ മാനേജ് ഓൾ ഡിവൈസസ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഈ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് എത്ര ഡിവൈസസിൽ ലോഗിൻ ആയിട്ടുണ്ട് എന്ന്. ഇവിടെ 4 ഡിവൈസസിൽ ഇത് ലോഗിൻ ആയിട്ടുണ്ട്. ഇതിൽ 4ഉം നിങ്ങളുടേത് തന്നെയാണ് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അല്ല എങ്കിൽ ഇവിടെ ഏതാണ് നിങ്ങളുടേത് അല്ലാത്തത് എന്നത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഏറ്റവും മുകളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഉടനെ തന്നെ സൈൻ ഔട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് മാറ്റുക. തീർന്നില്ല. ഇനി നിങ്ങളുടെ മെയിൽ ഐ ഡി പാസ്വേഡും മറ്റാരെങ്കിലും ഉപയോഗിക്കാതിരിക്കാനുള്ള സെറ്റിങ്സ് എവിടെയാണുള്ളത്? നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് വീണ്ടും സെറ്റിങ്സിൽ പോയിട്ട് ഗൂഗിൾ എന്ന ഭാഗം തന്നെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ കണക്റ്റഡ് ആപ്സ് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു മെയിൽ ഐ ഡി എത്ര ആപ്ലിക്കേഷനുകളിൽ ലോഗിൻ ആയിട്ടുണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ 2 എന്ന് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 9 ടോട്ടൽ ആപ്സ് ആൻഡ് സർവീസസ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ XX2 7, അതായത് എക്സസ് കൊടുത്തത് 7 ആപ്ലിക്കേഷനിലാണ് കൊടുത്തത് എന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ എൻ്റെ മെയിൽ ഐ ഡി വെച്ച് സൈൻ ഇൻ ആയിട്ടുള്ളതാണ്. ഇതിലൂടെ തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ലോഗിൻ ചെയ്യാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇതിലുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാനൊരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാണ്. ഇതിൽ നിന്നും സി ഡീറ്റെയിൽസ് എന്ന ഈ ഒരു ബ്ലൂ കളർ നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് ഇവിടെ കാണുന്നതിൻ്റെ താഴെ സി ഡീറ്റെയിൽസ് എന്ന് നീല കളറിൽ കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാ സ്റ്റോപ്പ് യൂസിങ് സൈൻ വിത്ത് ഗൂഗിൾ എന്ന ഒരു ബ്ലൂ കളർ ഇവിടെ കാണുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൺഫേം കൊടുക്കുക. ഞാനിവിടെ കൺഫേം കൊടുക്കുകയാണ്. ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ തന്നെ ആകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആകട്ടെ, ഇതാ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുന്ന് നേരെ ബാക്ക് വന്നു. ആ ആപ്ലിക്കേഷൻ ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. അതായത് നമ്മളറിയാതെ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിൽ ആരെങ്കിലും നമ്മൾ ഗൂഗിൾ ഐ ഡിയും പാസ്വേഡ് വെച്ച് സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അതിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് ഉള്ളത്. ഇനി നമ്മൾ തന്നെ ഏതെങ്കിലും അറിയാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കിതുപോലെ തന്നെ സൈൻ ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ആരും സൈൻ ഇൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്ഷനുണ്ട്. മുകളിൽ തന്നെ ഏറ്റവും മുകളിൽ ഒരു സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം, അവിടെ ക്ലിക്ക് ചെയ്യുക.
അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ എന്ന ഭാഗത്ത് ഓണിലാണോ ഓഫിലാണോ എന്ന് നിങ്ങളുടെ മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓഫിലാണെങ്കിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും മറ്റുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് നിങ്ങളിത് ഓണിലാണ് വെക്കുന്നതെങ്കിൽ ഒരാൾക്കും തന്നെ നിങ്ങളുടെ അനുവാദമില്ലാതെ സൈൻ ഇൻ ചെയ്യാൻ സാധിക്കില്ല. ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇതാണ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു സെറ്റിങ്സ്. ഈ സെറ്റിങ്സ് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. അങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും ഇനി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരാൾക്ക് കൈമാറിയാൽ പോലും അവർ സൈൻ ഇൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അനുമതി എന്തായാലും വേണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് ഗൂഗിളിൻ്റെ അകത്ത് ഈ ഒരു സെറ്റിങ്സ്. ഇത് നിങ്ങൾക്ക് മുമ്പേ അറിവുള്ളതാണെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.